മലയാള സിനിമയിൽ റൊമാൻറ്റിക് കോമഡിയുടെ കുറവുണ്ടോ? മുഴുനീള കോമഡി ചിത്രം കണ്ട് ഒന്ന് അറിഞ്ഞു ചിരിച്ചിട്ട് എത്ര കാലമായി? മാസും റിയലിസ്റ്റിക് സിനിമകളും മാത്രം മതിയോ? ഒരു ശരാശരി സിനിമാ പ്രേമിയുടെ മനസ്സിലൂടെയും വാക്കുകളിലൂടെയും വന്നു പോകുന്ന ചോദ്യങ്ങളാണിവ. ഇതെല്ലാം തിരുത്തി ചെറിയ സിനിമകൾ കൊണ്ട് വലിയ വിജയം കൈവരിച്ച ഒരു സംവിധായകനാണ് ഇപ്പോൾ താരം, ഗിരീഷ് ഏടി. ആദ്യ ചിത്രം തന്നെ പുതുമുഖങ്ങളെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ഒരു സാധാരണ +2 പ്രണയവും ജീവിതവും പറഞ്ഞ സിനിമയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ. 2019 പുറത്തിറങ്ങിയ ചിത്രം 50 കോടിയിലധികം രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. ജെയ്സൺ എന്ന +2 വിദ്യാർത്ഥിയുടെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ യാത്ര. സിറ്റുവേഷൻ കോമഡികളും ഡെയിലി ലൈഫിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സംഭാഷണങ്ങളും സാഹചര്യവുമാണ് ഗിരീഷ് ഏടിയുടെ പ്രത്യേകത. തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം ഗിരീഷ് ഒരുക്കിയ അടുത്ത റൊമാൻറ്റിക് കോമഡി ചിത്രമായിരുന്നു സൂപ്പർ ശരണ്യ. ബോക്സ് ഓഫീസിൽ അത്യാവശ്യം കുലുക്കം ഉണ്ടാക്കിയെങ്കിലും അതിലെ കഥാപാത്രങ്ങളും ഗാനങ്ങളും തമാശകൾ കൊണ്ടും ഒരു ഗംഭീര ട്രീറ്റ് തന്നെയായിരുന്നു ചിത്രം. എങ്കിലും മോശമല്ലാത്ത വിജയം കൈവരിച്ചാണ് ചിത്രം തിയേറ്റർ വിട്ടത്. തണ്ണീർമത്തനിൽ സ്കൂൾ ലൈഫാണ് ഗിരീഷ് സ്കെച്ച് ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ശരണ്യയിൽ ഒരു പെൺകുട്ടിയുടെ കോളേജ് ലൈഫാണ് സൃഷ്ടിച്ചത്. അതിലും ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളും പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സീനുകളും കൊണ്ട് റിച്ച് ആയിരുന്നു സിനിമ. ഇപ്പോഴിതാ തന്റെ അടുത്ത പുതിയ ചിത്രവുമായി ഗിരീഷ് എത്തിയിരിക്കുകയാണ്, പ്രേമലു. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ കഴിയാത്ത ചിത്രമെന്ന് നിസ്സംശയം പറയാം. തന്റെ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ സ്കൂൾ ലൈഫോ കോളേജ് ലൈഫോ ഒന്നുമല്ല അദ്ദേഹം എടുത്തിരിക്കുന്നത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപും ശേഷവുമുള്ള കാലവുമാണ് പ്രേമലുവിൽ. 3 ചിത്രങ്ങളിൽ നിന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ 3 ഫേസാണ് ഗിരീഷ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിലും കോമഡിക്കും റൊമാൻസിനും ഒരു കുറവുമില്ല. കറുകുറ്റി, കൊച്ചി, ആലുവ എന്നീ സ്ഥലങ്ങൾക്ക് അല്പം വിശ്രമം നൽകി ഇത്തവണ ഗിരീഷ് ഹൈദരാബാദിലേക്കാണ് കുട്ടികളെ കൊണ്ടുവരിക്കുന്നത്. അത് തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. സ്ഥലം മാറിയപ്പോൾ തന്നെ ചിത്രത്തിന്റെ ക്വാളിറ്റിയിലും വിഷ്വലിലും നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചത്. മലയാളി പ്രേക്ഷകർക്ക് സമീപകാലത്ത് നഷ്ടമായത് പലതും ഗിരീഷ് നൽകിയെന്നാണ് പലരുടെയും അഭിപ്രായം. റോംകോം സിനിമകൾ എന്ന് വിളിക്കപ്പെടുന്ന റൊമാൻറ്റിക് കോമഡി സിനിമകൾ ഒരുപാടുണ്ടാവാത്ത ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. ചില സിനിമകളിൽ ചെറിയ ഭാഗമായിട്ട് മാത്രം ഇതെല്ലാം കടന്നു പോകുന്നതല്ലാതെ ഒരു മുഴുനീള കോമഡി റൊമാൻറ്റിക് ചിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഗിരീഷ് ഏടി എന്ന സംവിധായകൻ തന്റെ സിനിമകൾ കൊണ്ട് മലയാള സിനിമയിലും ഇതൊക്കെ സാധിക്കും എന്ന് തെളിയിച്ചത്. തമിഴിലും ഹിന്ദിയിലും ധാരാളം റോംകോം സിനിമകൾ ഇറങ്ങുമ്പോൾ മലയാളത്തിൽ എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പലർക്കും ഇത്തരം വിഷയങ്ങൾ നമ്മുടെ പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അതിനെ നല്ല രീതിയിൽ കൺസീവ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ വിജയം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ചിലർക്ക് അത് വളരെയധികം ഇഷ്ടമാവും. ഗിരീഷ് തൻ്റെ 3 സിനിമകളിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വിജയം കണ്ടിട്ടുമുണ്ട്. മറ്റ് സിനിമകളുടെ റെഫറൻസ് തൻ്റെ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ ഗിരീഷ് ഒരിക്കലും മറക്കാറില്ല. അതും ഒരു സ്പൂഫ് രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ എപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. അതിൽ ഏറ്റവും വൈറൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്റെ സിനിമയിലെ ഒരു സീനിൽ കൊണ്ടുവന്ന് കൈയ്യടി നേടാനും ഗിരീഷിനെ അറിയാം. റോംകോം സിനിമകൾ ചെയ്യാൻ ഗിരീഷ് കാണിച്ച ധൈര്യം മറ്റ് സംവിധായകരും കാണിച്ചു തുടങ്ങിയാൽ മലയാള സിനിമയ്ക്കും ഇതുപോലെയുള്ള നല്ല സിനിമകളുണ്ടെന്ന് നമുക്ക് നെഞ്ചും വിരിച്ച് പറയാൻ കഴിയും. മാസും റിയലിസ്റ്റിക് സിനിമകൾ മാത്രമല്ല, ഇത്തരം സിനിമകളും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗിരീഷിന്റെ 3 സിനിമകളുടെ വിജയം. അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയിൽ ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ് ഗിരീഷ് നൽകിയിരിക്കുന്നത്. മാസും ആക്ഷനും ഹൊററും മാത്രമല്ല, പ്രണയ സുരഭിലും കൂടിയാകട്ടെ മലയാള സിനിമ. പ്രേക്ഷകർ തിയേറ്ററിലിരുന്ന് മനസ്സറിഞ്ഞിരിക്കട്ടെ.